മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. ഭൂമിക്ക് 17 കോടി രൂപ കൂടി കെട്ടിവെക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. കോടതി നിർദ്ദേശം കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജിയിൽ. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 1480 രൂപ കൂടി 69,960 രൂപയായി. ഓഹരി വിപണിയിലും മുന്നേറ്റം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലും വർധനവ്. വർക്കല പാപനാശം കടപ്പുറത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും തകർന്നത് പഠനത്തിനായി സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് കൂടുതൽ പഠനം വേണമെന്ന ആവശ്യം ശക്തം. തിരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ED. അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. കേസിൽ CPIM-ന്റെ പങ്ക് അറിയിക്കും. നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം. N. പ്രശാന്ത് IAS-ന്റെ നിബന്ധനകൾ തള്ളി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഹിയറിംഗിന്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗും ലൈവ് സ്ട്രീമിംഗും സാധ്യമല്ല. നിബന്ധനകൾ വെച്ചത് വകുപ്പ് തല നടപടിയിൽ വിശദീകരണം നൽകാൻ. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. അന്ത്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ. വിടവാങ്ങിയത് കൊല്ലത്ത് ദീർഘദൂരം കോൺഗ്രസിനെ നയിച്ച നേതാവ്. മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ. ഡൽഹിയിലെ പ്രത്യേക NIA കോടതി നടപടികൾ പൂർത്തിയാക്കിയത് അർദ്ധരാത്രി 2 മണിയോടെ. കനത്ത സുരക്ഷയിൽ റാണയെ NIA ആസ്ഥാനത്തേക്ക് മാറ്റി. വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. കൊച്ചിയിൽ അഭിഭാഷകരും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. സംഘർഷം ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെ എറണാകുളം ജില്ലാ കോടതി വളപ്പിൽ. 16 SFI പ്രവർത്തകർക്കും 8 അഭിഭാഷകർക്കും പരിക്ക്. കേരള സർവകലാശാല സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. കേസ് 200ഓളം SFI KSU പ്രവർത്തകർക്കെതിരെ. ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ. തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മലിനജലം ഒഴുകുന്നു. ഫിഷറീസ് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. കാരക്കാട്ട് 126 ഫ്ളാറ്റുകളിലായി താമസിക്കുന്നത് 800ഓളം മത്സ്യത്തൊഴിലാളികൾ. ഇടുക്കി വാഴവരയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച അങ്കണവാടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. കെട്ടിടത്തിൽ സ്ഥാപിച്ച സാധന സാമഗ്രികൾ മോഷണം പോകുന്നത് പതിവെന്ന് നാട്ടുകാർ. അങ്കണവാടി പ്രവർത്തന സജ്ജമാക്കാൻ നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ഇരുവാ യുദ്ധത്തിന്റെ ആശങ്കയൊഴിയാതെ അമേരിക്കൻ ഓഹരി വിപണി. പ്രധാന സൂചികകളിൽ തകർച്ച തുടരുന്നു. ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയത് 145% അധിക തീരുവയെന്ന് വൈറ്റ് ഹൗസ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചൈനയാണ് മുൻകൈ എടുക്കേണ്ടതെന്നും ട്രംപ്.